ഇപ്പോൾ നിർമ്മാതാവ് നെൽസൺ ഐപ്പ് കൂടി ചേരുന്നു. ശ്രീ നെൽസൺ ഐപ്പ്, ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ നിരീക്ഷണങ്ങൾ പുറത്തു വരുന്നു. ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണമായ രൂപം ഹൈക്കോടതിയിൽ ഹാജരാക്കണം. അതായത് മറച്ചുവെച്ച ഭാഗങ്ങളടക്കം ഗുരുതരമായ ക്രിമിനൽ കേസ് അടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഗുരുതരമായ പരാമർശങ്ങളാണ് റിപ്പോർട്ടിന്മേലുള്ളത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ഇരകളെ കുറിച്ചാണ് ഈ റിപ്പോർട്ട് സംസാരിക്കുന്നത് എന്ന് കൃത്യമായി ഹൈക്കോടതി പറഞ്ഞു വെക്കുമ്പോൾ ഇതുവരെയും സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള ഒരു വിശദീകരണവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ചിട്ട് ഇതുവരെയും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് നിങ്ങളടക്കമുള്ള സിനിമാ സംഘടനകൾ ഇതിലും ഇപ്പോഴും മൗനം തുടരുന്നു? അതല്ല, ഞങ്ങൾക്ക് ഇപ്പൊ ഈ ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് എങ്ങനെയാ അത് അങ്ങനെ വിളിച്ചു പറയാൻ പറ്റില്ലല്ലോ. കാരണം ഇതില് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 കൊല്ലം മുന്നേ പക്ഷെ അതിലൊരു പ്രതികരണം വേണ്ടേ? ഹൈക്കോടതിയുടെ ഭാഗത്ത് പൊതു താല്പര്യ ഹർജി വരുന്നത് ഇന്നാണ്. ഹൈക്കോടതി ആ കേസ് പരിഗണിക്കുന്നത് ഇന്നാണ്. ഹൈക്കോടതി കാര്യങ്ങൾ പറയുന്നത് ഇന്നാണ്. പക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് 3 ദിവസമായി. ഒരു പ്രതികരണം വേണ്ടേ നിങ്ങളുടെ ഭാഗത്തു നിന്നും? അതല്ല, അത് സംഘടനയുടെ പ്രസിഡന്റുമാര് പ്രതികരിച്ചോളും. ഞങ്ങളിപ്പോ ഒരു നിർമ്മാതാവ് എന്ന നിലയ്ക്ക് എനിക്ക് എന്ത് പറയാൻ പറ്റും? ഇതിൽ നിഷ്പക്ഷമായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിട്ടു, അത് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിന്റെ കാര്യകാര്യങ്ങൾ അന്വേഷിച്ച് ഹൈക്കോടതി തന്നെ ഒരു തീരുമാനം പറയട്ടെ. അല്ലെങ്കിൽ ഗവൺമെന്റും ഒരു തീരുമാനം എടുത്തിട്ട് അവരത് കാര്യങ്ങൾ എടുക്കട്ടെ. ഇതിന്റെ പല രൂപങ്ങളും ആരും ഈ കമ്മിറ്റി ഫുള്ളായിട്ട് വായിച്ചവരില്ല. അപ്പൊ വായിച്ചാലല്ലേ അതിൽ എന്തെങ്കിലും നമുക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ പ്രതികരണത്തിന് ഞങ്ങളിപ്പോ പറഞ്ഞാൽ ഒരു പ്രസക്തിയില്ല. പിന്നെ സംഘടനാ പ്രസിഡന്റുമാരോട് ചോദിച്ചറിയാം എന്താണ് നിങ്ങൾ പ്രതികരിക്കാത്തത്. ഞങ്ങളൊരു നിർമ്മാതാവ് നിലയ്ക്ക് എനിക്ക് ഇങ്ങനത്തുള്ള കാഴ്ചപ്പാടിനോടൊന്നും തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്. ആരാണ് കുറ്റക്കാരെങ്കിൽ പുറത്തു വരട്ടെ. അത്ര നിഷ്പക്ഷമായിട്ട് അഭിപ്രായം പറയാനേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. ശരി, ശ്രീ നെൽസൺ ഐപ്പ്, ഈ ഒരു അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് പ്രതികരണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് വേണ്ടത്. കാരണം സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സിനിമാ മേഖലയിൽ വനിതകൾ കേൾക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച കമ്മിറ്റി റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ പ്രതികരണം തീർച്ചയായും വരേണ്ടത് സിനിമാ മേഖലയിൽ തന്നെയാണ്.